സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിക്കൊഴികെ മറ്റംഗങ്ങൾക്കെല്ലാം എതിർപ്പാണ്. അതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബി നിലവറ തുറക്കേണ്ടതില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച പുറത്തുവരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. അശോക് സർ, യഥാർത്ഥത്തിൽ ഇപ്പോൾ തിരക്കിട്ട് ബി നിലവറ തുറക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ബി നിലവറ തുറക്കുന്നതിൽ മറ്റാരെങ്കിലും ഒക്കെ ആശങ്കപ്പെടുന്നുണ്ടോ? ബി നിലവറ തുറന്നാൽ എന്താണ് പ്രശ്നം? അതാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കാനുള്ള ചോദ്യം. കേരള സർക്കാരിന്റെ പ്രതിനിധി വേലപ്പൻ നായരും ഇതിൽ നിന്ന് പിൻവാങ്ങി. ഇപ്പോൾ ബി നിലവറ തുറക്കണ്ട എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ഇപ്പോൾ ബി നിലവറ എന്ന് പറയുന്നത് അതിൻ്റെ താന്ത്രിക അല്ലെങ്കിൽ അതുപോലുള്ള താന്ത്രികവും പിന്നെ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോയിട്ട് വെറും രാഷ്ട്രീയം മാത്രമായിരിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി കരമന ജയനാണ്. അദ്ദേഹം നേരത്തെ എതിർത്തു. ആദിത്യവർമ്മ എതിർത്തു. മറ്റേ പാലസിന്റെ പ്രതിനിധി ആദിത്യവർമ്മ അതിനെ എതിർത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും എതിർത്തു. കരമന ജയൻ എതിർക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് പ്രതീക്ഷയുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം. വരുന്ന ഈ മേയർ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നൊരു ജില്ലയാണ് തിരുവനന്തപുരം. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പത്മനാഭസ്വാമിയുടെ പേരിൽ ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ അവർ തയ്യാറല്ല. അതേ വിഷയം തന്നെയാണ് CPM-നും അവിടെ ഉള്ളത്, അല്ലെങ്കിൽ കേരള സർക്കാരിനും അവിടെ ഉള്ളത്, LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ LDF-ന്റെ അല്ല CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നൊരു വല്ലാത്ത കമ്മിറ്റിയാണ്. അത് എങ്ങനെയായിത്തീരും, അല്ലെങ്കിൽ അത് LDF തുടർഭരണത്തിൽ എങ്ങനെ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് ഉറ്റുനോക്കുന്ന നിരീക്ഷകർ ധാരാളമുണ്ട്. കാരണം അവര് ആർക്കും പിടികിട്ടാത്ത ഒരു പ്രത്യേക വിഭാഗമാണ്. പക്ഷേ എന്റെ ചോദ്യം ഇതല്ല, ബി നിലവറ തുറക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? അത് ആ പേരിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, അതൊരു നിലവറയാണ്. അതായത് എ സ്റ്റോറേജ്. ആ സ്റ്റോറേജും വിശ്വാസവും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമുണ്ട് എന്ന് തോന്നുന്നില്ല. അതിലെ പലവിധ സാധനങ്ങൾ കാണും. എന്തായാലും പാമ്പും പഴുതാരയും തേളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അടച്ചിട്ടിരുന്ന ഒരു മുറി ദീർഘകാലം അടച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് ഇത്തരം ജീവജാലങ്ങളൊക്കെ കടന്നുകൂടും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനിയും പുരാണ പ്രസിദ്ധമായിട്ട് പറയുകയാണെങ്കിൽ ചെളിയിൽ നിന്നും തവള ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത് സൂക്തം തന്നെയുണ്ട്. ആരണ്യ സൂക്തമുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇത് അടച്ചിട്ടേക്ക് അവര് നേരത്തെ ഇത് സ്റ്റോറിൻ്റെ അകത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾക്ക് ശേഷം ആ സ്റ്റോർ തുറക്കാതിട്ടേക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ജീവജാലങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സ്വയമേവ ദൈവഗത്യ ഉണ്ടാകും. അതാണ് അതിൻ്റെ ഒരു സാധ്യത. പിന്നീട് ഇതിൻ്റെ അകത്തുള്ള ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തില് ഈ ആരാധനയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പലപ്പോഴും ഇതിൻ്റെ അകത്ത് തർക്കം ഉണ്ടാക്കുന്നത്. കേരളത്തിലെ എത്ര ക്ഷേത്രങ്ങളാണ് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ സാമാന്യ ജനം ആരാധിച്ചിരുന്നത് ഇത്തരം മഹാക്ഷേത്രങ്ങളിലൊന്നും പോയിട്ടല്ല. അവരുടെ കാവുകൾ, സ്വന്തമായ കാവുകൾ, അല്ലെങ്കിൽ കുരിയാലകൾ, അതായത് മരിച്ച് അടക്കിയവരുടെ കുരിയാലകൾ, അല്ലെങ്കിൽ മച്ചകങ്ങൾ, ഇവിടെയൊക്കെയാണ് ആരാധന നടത്തിയിരുന്നത് മലയാളി. അത് ക്ഷേത്രങ്ങളിലേക്ക് മാറ്റിയത് മാറിക്കൊണ്ട് ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ വേറൊരു കാലഘട്ടത്തിൽ അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം ഏതെങ്കിലും പ്രവാചകൻ ഉണ്ടാക്കിയോ ഏതെങ്കിലും കിതാബിൻ്റെ പുറത്തോടി പോകുന്നതായിട്ടുള്ള ഒരു റിജിഡ് മതമല്ല. അതിൻ്റെ അകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ആരാധന ഇതിലേക്ക് എടുത്തിട്ടിരിക്കുന്നത് വിശ്വാസികളുടെ സെന്റിമെന്റ്സിനെ ഒന്ന് ഞോണ്ടാനായിട്ട് ആണെന്ന് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ.
മഹാക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഈ മഹാക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ എത്ര പേർക്ക് വിഗ്രഹം കണ്ട് തൊഴാൻ പറ്റും? ഏറി വന്നു കഴിഞ്ഞാൽ രണ്ടോ, അതായത് അന്യോന്യം തൊടാതെ നിന്ന് ആരാധന നടത്താൻ പറ്റുന്ന എത്ര ശ്രീകോവിലുകൾ ഈ ക്ഷേത്രങ്ങളിലുണ്ട്? 2, 3, 4 പേർ, അത്രേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് സാമൂഹിക ആരാധനയ്ക്കുള്ള കേന്ദ്രങ്ങളല്ല. പിന്നീട് അടുത്ത വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 1949 തിരുവിതാംകൂർ മഹാരാജാവ് ഇന്ത്യൻ യൂണിയനിൽ ചേരുമ്പോൾ ഈ ക്ഷേത്രം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, അവരുടെ ഒരു സെന്റിമെന്റ്സിന്റെ പേരിൽ പാലസിന്റെ നിയന്ത്രണത്തിൽ നിലനിർത്തുകയാണ് ചെയ്തത്. അത് അതിന്റെ ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ, അപ്പം ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ ഗവൺമെന്റിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ ഒരു ക്ഷേത്രം മാത്രം അവരുടെ ഒരു സെന്റിമെന്റ്സ്, അവരുടെ കുലദൈവം എന്നൊക്കെയുള്ള മട്ടിൽ അവർ നിലനിർത്തുകയാണ് ചെയ്തത്. അതിനു മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മഹാരാജാവിന്റെ കാലത്ത് തന്നെ, ചിത്രയുടെ കാലത്ത് തന്നെ ക്ഷേത്രങ്ങളുടെ ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരുന്നത് ദേവസ്വം ബോർഡാണ്. അതായത് റവന്യൂ വിഭാഗത്തിന്റെ ഒപ്പം ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹജൂർ കച്ചേരിയില് സെക്രട്ടേറിയറ്റില് ഒരു ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങൾ, അതായത് ഗവൺമെന്റ് ഉടമയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും. അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പൂജ, വഴിപാട്, എന്താണ് അതിലെ താന്ത്രികമായ കാര്യങ്ങൾ ഒഴികെ, അത് തന്ത്രിക്കാണ് അതിൻ്റെ അകത്തെ പരമാധികാരം. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ റണ്ണിങ് എല്ലാം ഈ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലായിരുന്നു. അപ്പം 1949 ഇന്ത്യൻ യൂണിയനിൽ ചേരുമ്പോൾ ശ്രീപത്മനാഭ ദാസൻ തന്റെ അവകാശം ഒഴിഞ്ഞുകൊടുത്തിരിക്കുന്നത്, ശ്രീപത്മനാഭദാസൻ തന്റെ സകല അവകാശങ്ങളും ഒഴിഞ്ഞുകൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത് വഴി ഇന്ത്യൻ ജനാധിപത്യത്തിലേക്കാണ് അവര് ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് അതിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. ഇവിടെ നമ്മൾ പക്ഷെ ആലോചിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്തിന് കേരള സർക്കാർ പ്രതിനിധി പിൻവാങ്ങേണ്ട കാര്യം യഥാർത്ഥത്തിൽ അതിനകത്ത് ഇല്ല. അവർക്ക് ആവശ്യം പിന്നെ ഉന്നയിക്കാവുന്നതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ നിലവറ എന്ന് പറയുന്ന ആ സ്റ്റോറേജ് പ്ലേസില് അതിൻ്റെ അകത്ത് എന്തുണ്ട്, അതിനൊരു കണക്കെടുപ്പ് ഉണ്ടാകുന്നത് എന്തായാലും നല്ലതാണ്. ആ കണക്കെടുപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ട് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണെങ്കിൽ കെണ്ടി, മന്ത, വിളക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ അത് കാണാൻ സാധ്യതയുള്ളൂ. എന്തുണ്ടെന്ന് അറിയില്ല. അപ്പം അവിടെ അതിലൊരു കണക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധ തർക്കങ്ങളും അവസാനിപ്പിക്കാൻ പറ്റും. കാരണം ആ കലവറയ്ക്കകത്ത് ഇന്ന സാധനങ്ങളാണുള്ളത്, അല്ല ആ നിലവറയ്ക്കകത്ത് ഇന്ന സാധനങ്ങളാണുള്ളത്. അത് വളരെ സൂക്ഷ്മമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം പാലസിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില്ലറ പ്രശ്നങ്ങൾ വരും. കാരണം ഈ ഒരു കുറ്റബോധത്തിന്റെ പ്രശ്നം ചിലപ്പോൾ കാണും. കാരണം പല ക്ഷേത്രങ്ങളിൽ നിന്നും അവർന്നല്ല, അന്നത്തെ രാജവംശം കൊണ്ടുപോയിട്ടുള്ള വസ്തുക്കളുണ്ട്. ഇപ്പം കായംകുളത്തിനടുത്തുള്ള ഇരുവക്ഷേത്രത്തിൽ നിന്നും ശ്രീചക്രം മാർത്താണ്ഡവർമ്മ കൊണ്ടുപോയിട്ടുണ്ട്. രാജാ കേശവദാസനാണെന്ന് അതിൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാലസ് ചിലപ്പോൾ ആ വാർത്തകളൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കുറ്റബോധത്തിന്റെ പുറത്ത് വേണമെങ്കിൽ അതിനെ എതിർക്കാം. അത് കുഴപ്പമില്ല, ആദിത്യവർമ്മയുടെ സ്റ്റാൻഡ് അവിടെ കറക്റ്റാണ്. പക്ഷേ നമ്മളിതിപ്പോ ജീവിക്കുന്നതെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ കീഴിലാണ്. ക്ഷേത്രങ്ങളുടെ അവകാശം അല്ലെങ്കിൽ ക്ഷേത്ര സ്വത്ത് എന്തുണ്ട് എന്ന് തിട്ടപ്പെടുത്താനുള്ള ഒരു അവകാശവും ഈ ഗവൺമെന്റിനുണ്ട്. അത് തിട്ടപ്പെടുത്തുന്നതിൻ്റെ അകത്ത് ഇപ്പം ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ പോകും എന്നൊക്കെയാണ് പറയുന്നത്. അത്ര ഒരു ഈശ്വരനും അങ്ങനെ ഒരു ജനതയൊന്നും വെള്ളത്തിലായിട്ടുന്ന ഈശ്വരനല്ല. ഈ ഭഗവാൻ തന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി
കൊണ്ട് അപഹരിക്കപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ എന്താണ് ഹിരണ്യനായിട്ട് പോയി അല്ല ഇതായിട്ട് വരാഹമൂർത്തിയായിട്ട് പോയി ഉയർത്തിക്കൊണ്ടുവന്ന ആളാണ്. അതുകൊണ്ട് വെള്ളത്തിൽ പോകും അല്ലെങ്കിൽ അവിടെ തിരമാല അടിക്കുന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. തിരമാല അടിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ കൂടെ ഒരു അണ്ടർഗ്രൗണ്ട് പാത്വേ പണ്ടുണ്ടായിരുന്നു. അത് എന്താണ് വെള്ളയമ്പലം പൈപ്പമൂട് ഭാഗത്ത് അതിന്റെ റൂഡിമെന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഈ പറയുന്ന ബി നിലവറയിലേക്കും അതുവഴി കടലിലേക്കും ഒക്കെ ആണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്തൊരു തർക്കം ഉന്നയിക്കുമ്പോൾ നിലവറയ്ക്കകത്തുള്ളത് എന്താണ് അത് തിട്ടപ്പെടുത്തുന്നത് നല്ലതാണ്. വില പിടിപ്പുള്ള വസ്തുക്കളാണെങ്കിൽ അത് തിട്ടപ്പെടുത്തി വെച്ചു കഴിഞ്ഞാൽ ഇനി വരും തലമുറയ്ക്കെങ്കിലും പ്രയാസം കൂടാതെ ഇരിക്കാൻ പറ്റും. ഇനി അത് തിട്ടപ്പെടുത്തുന്നതിന് ജ്യോതിഷികളുടെ സഹായമല്ല തേടേണ്ടത്. അതിനവിടെ തന്ത്രിയുണ്ട്. തന്ത്രി ഭഗവാന്റെ അനുജ്ഞ മേടിക്കുകയാണെങ്കിൽ ആ നിമിഷം അത് തുടങ്ങാൻ പറ്റും. പക്ഷേ തന്ത്രി എന്താണ് അത് ചെയ്യാത്തത്? ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ ഞാൻ എന്ത് ചെയ്യണം? ഇവര് എന്താണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ അംശ ആണെന്നാണ് ഇവര് തന്ത്രത്തിന്റെയൊക്കെ വകുപ്പ് അനുസരിച്ചിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് അനുജ്ഞ ചോദിക്കുക, പരസ്യമായിട്ട് ചോദിക്കുക. ജ്യോതിഷന്മാരോട്, ട്രഡീഷണൽ ജ്യോതിഷന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഉരുണ്ട് കളിക്കുകയുള്ളൂ. ഈ ജ്യോതിഷന്മാരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തന്നെ പഴയൊരു കഥയുണ്ട്. ഒരു കാർന്നോര് മകളുടെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഒരു ജ്യോതിഷി എടുത്ത് ചോദിച്ചു. ജ്യോതിഷി അവിടെ വെച്ച് പറഞ്ഞു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ അവര് പ്രസവിച്ചു കഴിഞ്ഞപ്പോ പെൺകുട്ടിയായി. അപ്പൊ പറഞ്ഞു, അതെന്താ പണിക്കര് ഇങ്ങനെ ആയി പോയത്? ഞാൻ പറഞ്ഞല്ലോ, അന്നേ പറഞ്ഞാണല്ലോ അത് പെൺകുട്ടിയാണെന്ന്. അല്ല, നിങ്ങൾ പറഞ്ഞ ആൺകുട്ടിയാണെന്ന്. സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു കാര്യം ചെയ്യുക, ഉത്തരത്തിന്റെ മേളിൽ ഞാൻ അന്നേ ഒരു ഓല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ജ്യോതിഷികളുടെ ഒരു പൊതു സ്വഭാവം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോളും. പക്ഷേ അതുകൊണ്ടാണ് ഇവരെ ഈ ഭാഗത്തേക്ക് അടുപ്പിക്കാനേ പാടില്ലാത്തത്. ദേവപ്രശ്നം എന്നൊക്കെ പറയുന്നത് തന്ത്രിക്ക് അപ്പുറത്തൊരു ദേവപ്രശ്നത്തിന്റെ ആവശ്യമില്ല. തന്ത്രിക്ക് സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള ആധാരമായിട്ടുള്ള ട്രഡീഷണലായിട്ട് നമ്മളുടെ കാര്യങ്ങളുണ്ട്. അത് അതിൻ്റെ പിൻപിലുള്ള ചരിത്രങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെ ഇതിനു മുമ്പ് നിലവറ തുറന്ന് പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ, ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഈ സംഭവം അതായത് ബി നിലവറ തുറക്കുന്നതിൽ അപാകതയൊന്നുമില്ല. തുറക്കുന്നത് കൊണ്ട് ഇപ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് പലർക്കും അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് അത് തുറക്കാതെ അവിടെ ഇരുന്നുകൊള്ളട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് അത് നിലവറ തുറന്നിട്ട് അതിനുള്ളില് എന്താണ് വസ്തുക്കൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു ചാർട്ട് അല്ലെങ്കിൽ പട്ടിക തയ്യാറാക്കി വെക്കുന്നത് നന്നായിരിക്കും. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പട്ടിക ദേവസ്വം ബോർഡ് ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഹരിപ്പാടും ആറന്മുളയിൽ ഉള്ള ഇവരുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റോറുകളിൽ ഇപ്പോഴും അക്കൗണ്ട് ചെയ്യാത്ത വസ്തുക്കൾ കിടപ്പുണ്ട്. അതുകൂടി അക്കൗണ്ട് ചെയ്യേണ്ടതാണ്.